ബജറ്റ് അവതരണത്തിന് ശേഷം പ്രതിപക്ഷ നേതാവിന്റെ വക ഒരു നാടകമുണ്ടായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ അരങ്ങേറിയ ആ നാടകത്തിന് ഉരുളക്കുപ്പേരി പോലെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പുതിയതൊന്നും കൊണ്ടുവന്നില്ല, പഴയ LDF സർക്കാരിന്റെ പദ്ധതികളെ പൊടിതട്ടി എടുത്തു എന്നായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത്. എന്നാൽ മുൻ സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക നയങ്ങൾ തുടർന്നാൽ കേരളം തകരും എന്ന മുഖ്യന്റെ മറുപടി അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിക്കുകയായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ മുഖ്യമന്ത്രിയോട് DA കുടിശ്ശികയെ പറ്റി ചോദിച്ചപ്പോൾ ആരാ ഈ DA കുടിശ്ശിക വരുത്തിയത്? ഞാനാണോ? 10 വർഷം കൊണ്ട് പിണറായി സർക്കാർ ഉണ്ടാക്കിയതല്ലേ, അത് വെച്ച് പിണറായി എന്നെ കണക്ക് പഠിപ്പിക്കാൻ വരണ്ട എന്നായിരുന്നു മുഖ്യൻ പറഞ്ഞത്. കുടിശ്ശിക വരുത്തിയ കാര്യത്തിൽ മുൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ പിന്നീട് പ്രത്യക്ഷപ്പെട്ടത്. കൂടാതെ പുതിയ സാമ്പത്തിക മാതൃകകൾ നടപ്പിലാക്കാനും ട്രഷറിയിലെ പണം ചോർച്ച തടയുവാനും നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കാനും സർക്കാർ ഉദ്ദേശിക്കുന്നുവെന്നും സാമ്പത്തിക ഉത്തേജനത്തിലൂടെയും സമ്പത്തിന്റെ നീതിയുക്തമായ വിതരണത്തിലൂടെയും ട്രഷറിയിലെ പ്രതിസന്ധി പരിഹരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതുപോലെ തന്നെ വിസ്മയം തന്നെ തീർക്കുകയായിരുന്നു ആദ്യ ബജറ്റിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. സത്യത്തിൽ ഈ ബജറ്റ് കേട്ടുകൊണ്ട് സഭ അന്തം വിട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. ബജറ്റിന് ശേഷം മാധ്യമങ്ങൾ കണ്ട മുഖ്യമന്ത്രിയുടെ വീഡിയോ ചേർക്കുന്നു, കാണാം. ഈ ചോദ്യം ചോദിക്കാൻ ഏറ്റവും യോഗ്യനായ ആളാണ് അദ്ദേഹം. ഈ കുടിശ്ശിക മുഴുവൻ വരുത്തിയതാരാണ്? DA കുടിശ്ശിക. സമയത്ത് DA കൊടുക്കാതെ DA കുടിശ്ശിക 19%, DA കുടിശ്ശിക വരുത്തിയിട്ട് അധികാരത്തിൽ 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ട് ഈ കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ചിട്ട് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് പുതിയൊരു ഗവൺമെന്റിനോട് ചോദിക്കുക, അത് കൊടുക്കുന്നില്ലെന്ന്. ആര് വരുത്തിയ കുടിശ്ശികയാണ്? ഞങ്ങൾ വരുത്തിയ കുടിശ്ശികയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഗഡു പോലെ ഞങ്ങൾ കുടിശ്ശിക വരുത്തില്ല, ഞങ്ങൾ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പോണ പോക്കിലെ ബജറ്റിൽ അടുത്ത കൊല്ലം കൊടുക്കുമെന്ന് എല്ലാ കുടിശ്ശികയും. ഇത്രയും വർഷക്കാലം കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ച പിണറായി വിജയൻ വന്ന് ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട, ഈ ജീവനക്കാർ മുഴുവൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചോളൂ, ആരാ ഈ കുടിശ്ശിക ഉണ്ടാക്കിയത്? ഞങ്ങളാണോ? പറയണതിനൊരു ഔചിത്യം വേണ്ടേ? അദ്ദേഹം ഉണ്ടാക്കി വെച്ച അദ്ദേഹത്തിന്റെ സർക്കാരാണ് ഈ മെഡിസെപ്പ് തകർത്തത്. ജീവനക്കാരുടെ പരാതി 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ചാണോ? DA കുടിശ്ശിക വരുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? DR കുടിശ്ശിക വരുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? അല്ല. ലീവ് സറണ്ടർ അടിച്ചു മാറ്റിയത് ആരാണ്? എത്രായിരം കോടി രൂപയാണ് ജീവനക്കാർക്ക് കൊടുക്കേണ്ട പൈസ വേറെ കാര്യത്തിന് ചെലവാക്കി. എന്നിട്ട് ഇത്രയും കടം വരുത്തി വെച്ചിട്ട് 87,000 കോടിയുടെ കടവും ഇമ്മീഡിയറ്റ് ആയിട്ടില്ല വരുത്തി വെച്ച് 5,07,000 കോടിയുടെ കടം വേറെ വരുത്തി വെച്ചിട്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ് DA കുടിശ്ശിക കൊടുക്കണല്ലേ? കുടിശ്ശിക ഉണ്ടാക്കിയ ആള്. ആ ചോദിക്കാനുള്ള അർഹത അദ്ദേഹത്തിനില്ല. separate department. Only 10 crores. The stadium is getting 50 crores. A paper furniture mart is getting more than 10 crores. So where you are setting up a completely new department? Why only 10? I will tell you. We need money. For getting money to fill the exchequer, we have to do a lot of things. If we are continuing the same thing, what happened in the last government's time, nothing will happen. Kerala will be finished. So we are going to bring new economic models. There should be best financial management. There should be measures to prevent the leakage from the treasury. There should be a restructure in the entire tax administration. We will do it. We will fill the exchequer, no doubt. By stimulating the economy, we will fill the exchequer and there will be a equitable distribution of wealth, definitely. Then you asked only senior citizens department. For the initial expense, we have allocated 10 crores rupees for the initial expense. We are going to declare the detailed projects of the senior citizens, not only from the government's exchequer, by
involving various agencies, many NGOs. We are planning for various projects. Local self-governments also will participate. We will start daycare centers. We will start the geriatric care and the health. Yeah, geriatric care is not going to start by the senior citizens department. It is by the health department. Geriatric care units in medical colleges, every places, and to make them constructive. We have many projects. We will bring it.